നല്ലോർമ്മ നിന്റെ ഇപ്പോൾ അനുശോചന സന്ദേശം നൽകി അനുഗ്രഹിക്കും. വന്യാചരയിൽ കോർപ്പിസ് കോപ്പാച്ചൻ, വന്യവൈദ്യശ്രേഷ്ഠരെ കൂടുവന്നിരിക്കുന്ന ജനസമൂഹമേ, ഇന്ന് ഈ പ്രിയപ്പെട്ട മാതാവിന്റെ മരണാനന്തര ശുശ്രൂഷയെ സംബന്ധിക്കുന്നതിനും ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകും എന്നുള്ളത് ഓർക്കുന്നതിനും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചൊരുക്കുന്നതിനും വേണ്ടിയാണ് ഇപ്രകാരമുള്ള ശുശ്രൂഷകളിൽ നാം സംബന്ധിക്കുന്നതും ഇപ്രകാരം ഒരുമിച്ച് കൂടുന്നതും. പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ ജീവൻ എങ്ങനെയുള്ളത് എന്ന് ചോദിച്ചിട്ട് യാക്കോബ് ശ്ലീഹ ഓർപ്പിക്കുന്നത് അത് അല്പനേരത്തേക്ക് കാണപ്പെടുന്നതും നിലനിൽക്കുന്നതും പിന്നീട് മറഞ്ഞു പോകുന്നതുമായ ആവിയല്ല. പിന്നെ മറഞ്ഞു പോകുന്നതായ ആവിയാണ് മനുഷ്യന്റെ ആയുസ് അല്ലെങ്കിൽ ജീവിതം. ഇന്ന് ഈ മാതാവ് നമ്മിൽ നിന്ന് വേർപിരിയുന്ന ഈ സന്ദർഭത്തില് ആ ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കേണ്ടതാണ്. ഈ മാതാവിന്റെ ദുഃഖത്തിൽ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഈ സന്ദർഭത്തില് എന്റെ അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. 8 വർഷക്കാലം പുലരുകുന്ന സെന്റ് ജോർജ് പള്ളിയില് ചുമതലക്കാരനായിരിക്കുന്ന സന്ദർഭത്തില് ഈ മാതാവുമായി വളരെയേറെ അടുത്ത ബന്ധം പുലർത്തുവാൻ, സ്നേഹബന്ധത്തിൽ കഴിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ മാതാവുമായുള്ള ബന്ധം 8 വർഷത്തേക്ക് മാത്രമായി ഒതുങ്ങുന്നതല്ല. 1968-69 കാലഘട്ടത്തില് ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ അവിടെ പുലരുകുന്നതിലെ സൺഡേ സ്കൂളിലെ സമാജം, മക്കളുടെ സമാജം എന്നിവയിൽ സംബന്ധിക്കുവാനായിട്ട് പ്രാക്ടിക്കലിനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഈ മാതാവിന്റെ ഭവനത്തിൽ വെച്ചാണ്, എഴുവഴിക്കിൽ വെച്ചാണ് ആ സൺഡേ സ്കൂൾ ക്ലാസ്സുകള് സമാജമൊക്കെ നടന്നിരുന്നത്. അന്ന് മുതൽ പുലർത്തിയിരുന്ന ഒരു സ്നേഹബന്ധം ഇതിന്റെ പിറകിലുണ്ട്. അത് ഈ സ്മരണത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. വളരെ സ്നേഹമുള്ള ഒരു മാതാവ്, ഞാൻ സ്നേഹിച്ചിട്ടുള്ളതും എന്നെ സ്നേഹിക്കുന്നതുമായ ഒരു മാതാവായിരുന്നു. പള്ളിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയേറെ ഉദാര മനസ്ഥിതിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സന്മനസ്സുള്ള ഒരു മാതാവ്, മക്കള്, ഇതിലൊക്കെ ഞാൻ കൂടുതൽ സമയം അത് പറഞ്ഞ് ഇപ്പോൾ സമയം കളയുന്നില്ല. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇത്തരത്തിൽ കൂടെ എന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് എല്ലാവരും ഒരു പ്രത്യാശ ജീവിതം നമുക്കുണ്ട് എന്നുള്ള ഒരു ചിന്തയില് ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുങ്ങുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹീതരെ, ഒരു ദേവാലയത്തിന്റെ സ്ഥാപനത്തിനും അതിന്റെ ആരംഭകാലം മുതൽ അതിന്റെ അനുഗ്രഹീതമായ നടത്തിപ്പിനും വേണ്ടി ഏറെ പ്രയത്നിച്ചിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ അനുഗ്രഹീതമായ ഈ ഭദ്രാസനത്തിലെ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിൽ ജനിച്ച നല്ലൊരു പൗരോഹിത്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലേക്ക് വിവാഹത്തിലൂടെ ഇവിടെ വന്ന് ഇടവയ്ക്കും തങ്ങളുടെ ആരാധനയിൽ സംബന്ധിക്കുന്നതായ ദേവാലയത്തിലുമെല്ലാം ഏറെ നല്ല ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുള്ള സേവനങ്ങളെയും ശുശ്രൂഷകളെയും സ്മരിക്കുന്നു. ഇടവകയുടെ അനുശോചനം ഹൃദയപൂർവ്വം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടവകയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇപ്പോൾ ഇടവകയ്ക്ക് വേണ്ടി ട്രസ്റ്റി, സെക്രട്ടറി എന്നിവർ ചേർന്ന് മൃതശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്തു. Shvala
മാതാപിതാക്കന്മാരാൽ മകൻ നിറയ്ക്കൂടാൻ സംഗതിയാക്കണമേ. പിതാവുപുത്രനും പരിശുദ്ധനുമായുള്ളവേ ഈ ആത്മാവ് മുഖത്തിനോട് എതിരേൽക്കുവാൻ സംഗതിയാക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയപോഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ അങ്ങേക്ക് ഏറ്റവും യോഗ്യതയുള്ളവരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. കുലപുണ്യവുമോ സ്വതഹായ ആദ്യമില്ലാത്ത തേജസ് മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിന്റെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും ആകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യ ദൃഷ്ടിക്ക് ഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളും ആകുന്നു. കർത്താവേ, ഇരുലോകങ്ങൾക്കും അധികാരിയുമായ ദൈവമേ, ഈ താൽക്കാലിക ജീവിതമാവുന്ന പരദേശവാസത്തിൽ നിന്നും വേർപെട്ട യാത്രയായിരിക്കുന്ന നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധി ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി നിന്റെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാതാകമാർ മൂലം ഇവരുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവെ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഈ നിന്റെ മകളുടെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാം ഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇവൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ നിന്റെ ദാസിയുടെ പാപങ്ങളെ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവിടെ തെറ്റുകളെ നിന്റെ ദയയാൽ ക്ഷമിക്കുകയും ചെയ്യണമേ. യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലം കൈ നിന്റെ മകൾക്ക് നീട്ടിക്കൊടുക്കണമേ. രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിക്കണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ നിന്റെ ദാസിയെ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിച്ചു പോകണമേ. കർത്താവേ, ഇവളുടെ പ്രമാണലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവളെ നീ വിധിക്കരുത്. തിരുസന്നിധി സർവ്വരും കുറ്റക്കാർ തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവുണ്ടാകണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ നിന്റെ ദാസിയിലും ഓർക്കണമേ. കർത്താവേ, ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ നിന്റെ ദാസിയിലും ഉണ്ടാകണമേ. കർത്താവെ, തിരുനാമ ഭക്തന്മാർക്കായുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നത് വരെ ഈ നിന്റെ ദാസിക്ക് നീ കോട്ടയും അനുയായും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്ത നിന്റെ മഹിമയിൽ ഇവൾ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ സംബന്ധിച്ചുകൊണ്ട്
എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഈ നിന്റെ മകൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിക്കുവാനിടയാകണമേ. കർത്താവെ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്ത് അവരുടെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മനുഷ്യരുടെ പ്രത്യാശയും മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നതിന് കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുള്ള ആശ്വാസം നൽകണമേ. കർത്താവെ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷത്തിനും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെ നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ അല്പപ്രകാരമുള്ള ജീവിതത്തിൽ മാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചികളുടെ ബന്ധത്തിൽ നിന്നും അന്തരീക്ഷവാസിയും മദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്രയുടെ ആലയങ്ങളിലും ജീവനുള്ള പട്ടണങ്ങളിൽ ചെന്നേരുവാൻ ഞങ്ങളിലുള്ള തന്നെ മഹാകരണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. പാർപ്പി
സ്തുതിയും നമ്മുടെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട മരിച്ചുപോയവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിന്റെ വചനം കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാലാഖയുടെ കമ്പടി ശബ്ദം ദൈവത്തിന്റെ കാഹളധ്വനിയോടുകൂടി സ്വർഗ്ഗത്തിൽ നിറങ്ങി വരും. അപ്പോൾ മനുഷ്യകാൽ ഉൾപ്പെട്ടവരെ മരിച്ചവരാദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെന്നും അവരോടൊരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെതിരേൽപ്പായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല ഇപ്പോഴും നാം നമ്മുടെ കർത്താവിനോടൊരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകിയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരമായി ശ്രമിച്ചുകൊള്ളുവിൻ. ആമിനാഹായ് പറക്കുമോ. സ്വർഗരാജ്യം മണവാളന്റെ മണവാട്ടിയുടെ എതിരേൽപ്പിനായിട്ട് ദേവീയക്ഷകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദിവ്യക്ഷികളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാവട്ടെ തങ്ങളുടെ ദിവ്യക്ഷികളോടുകൂടെ പാത്രങ്ങൾ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും മന്ദിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിന് പുറപ്പെടുകയും എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യക്ഷികളെ തെളിയിച്ചു. ആ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദിവ്യക്ഷികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ അണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ പോയി വാങ്ങുവീനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കുമ്പോൾ മറ്റേ കന്യകമാരും വന്ന്, പ്രഭോ പ്രഭോ ഞങ്ങൾക്കും തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളാത്തത് കൊണ്ട് ജാഗ്രതയോടെ ഇരിപ്പീൻ. ബാലകുമാർ ശൈലവശലോ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറേയായി സോനേറ്റണം. മരണമുള്ളതായി ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാവുന്ന മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ നിദ്ര പ്രാപിച്ചവരും നിന്റെ കർമ്മകൾക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി
നിന്റെ കരുണയും പാപമോചനം അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആവശ്യം കുറേതായ സോനെന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ ഇവിടെ പൂർത്തിയാകുന്നു. മൃതശരീരം സംസ്കരിക്കുവാനും ശേഷിച്ചതായ ശുശ്രൂഷകൾക്കുമായി സെമിത്തേരിയിലേക്ക് എടുക്കുകയാണ്. പള്ളിയുടെ പടിഞ്ഞാറ് അങ്കണത്തിൽ 2 കത്തിച്ച മെഴുകുതിരികളും മേക്കടിയും മരക്കുരിശും തയ്യാറാക്കുക. കൃപ നിറയും മശീഹ മൃദയ പ്രയത്നത്തിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുള്ള അനുകൂലമായ പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി കൈലം അടിക്കപ്പെടുന്നു. ആമേൻ ആമേൻ ആമേൻ.
മാത്രമല്ല നമ്മുടെ ലോകത്തിനെ പരിവേശോടും വീണ്ടും അഴിഞ്ഞിരിക്കപ്പെടുന്ന വിഷയങ്ങൾ അനുശീലനകർത്താതെ അങ്ങയുടെ പരിപാടികളായ രാശിയിൽ നിറവേറിയിരിക്കുന്ന കർത്താവും അവസ്ഥാനമാണ് കാരണം ചെയ്തിടുവാൻ കർത്തൃസേവ പാലമതാകട്ടെ സഭയും സൗകര്യവും ഇരുലോകത്തും സ്തുതിക്കുന്ന പോലെ സ്തുതിക്കുന്നു കാലമൊക്കെ സർവശക്തപിതാവാകുകയും സ്വർഗീയ രാജാശിക്ഷാവായ കർത്താവ് കർത്താവ് പരിശുദ്ധരായ അനുഗ്രഹങ്ങളെ നമസ്കാരം ശിശുവിനെ കൈകൊണ്ടേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടിതാവേ സ്വർഗസ്ഥനായ രാജ്യം സുഖത്തിലെ പല ഭവനമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചതുപോലെ ഇടങ്ങൾ പാപങ്ങൾ ക്ഷമിക്കണമേ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊണ്ട് തുടർന്നാൽ രാജ്യശക്തിയും മഹത്വം നിനക്കുള്ളതാണ് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ശുദ്ധങ്ങളായ അഭിരാജ്യമായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിച്ചു കൊള്ളണമേ സർവശക്തിയുടെ പിതാവായ ആകാശത്തിന്റെ ഭൂമിയുടെയും കഷ്ടമനുഭവിച്ച
തന്റെ രാജ്യമായ സ്വാമിയെ വിശ്വസിക്കുന്നു. സാലിത്യം ചെയ്ത് മനുഷ്യരോടൊപ്പം ഒരാളുകളെ മക്കളിലെ കൃപ ദൈവതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നാളുകളോ ഹാലേലൂയ. ഏറ്റവും നിലവാരങ്ങൾക്ക് ശരിപോലെ ഭാരയ്ക്കും എന്റെ ശരീരം കൊണ്ടാനും ചെയ്യുവാൻ പാതാളത്തിൽ അങ്ങോട്ട് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ദിവസങ്ങളെ ശുശ്രൂഷകനാവിന്റെ ആശ്രമത്തെ മരിച്ചുകൊണ്ട് പറയുന്നതാണ് മരിച്ചുവരെ ധന്യവാക്കണമോ പ്രാർത്ഥിക്കണമോ ശരിയായിട്ടുള്ള ചില സഹോദരങ്ങളെ പരസ്പരം ആശ്വസിക്കുകയും അന്യം ധൈര്യപ്പെടുകയും രീതികളിൽ പ്രാപിക്കുകയും മറ്റുള്ള കർമ്മ തിരിഞ്ഞിരിക്കരുത് എന്ന് പ്രവർത്തിക്കുന്നതിനേക്കായിട്ട് വിലാപനത്തിൽ ദൈവം കാണുന്നുള്ള അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രതികരണങ്ങളിൽ പോകുകയെന്ന് അതീവനാഥിനെ പ്രവേശിപ്പിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വേണ്ടി നിങ്ങൾക്ക് സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാന ശാന്തി നൽകട്ടെ. കർത്താവ് തന്റെ കരുണയാൽ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ ഉത്തമഹൃദയത്തോടും വെളിപ്പോടും വിശുദ്ധയോടും കൂടി നിങ്ങൾക്ക് സമയത്തിൽ കർത്താവായ ശേഷിയും ഐശ്വര്യപൂർവമായ പരിസ്ഥിതിനാഥ കർത്താവ് നിങ്ങളുടെ ആത്മാവിനെ ഐശ്വര്യവും ചെയ്യും. തന്റെ പിതാവിനെ ആഗ്രഹിക്കപ്പെട്ടവരെ സന്തോഷപ്രദമായ ശബ്ദമാക്കുവാൻ സംഗതിയാക്കട്ടെ. നിങ്ങളുടെ പരാതിയിൽ തന്റെ ശരീരത്തിലിരുന്ന് യേശുമിശിഹായുടെ ദാസിയുടെയും പ്രാർത്ഥനയുടെ കർത്താവ് പരിഹരിക്കുമാറാകട്ടെ. കർത്താവ് ഈ മകളെ തന്റെ അനുഭവത്തെ വിളിച്ചു നിൽക്കുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നുണ്ട് അവന്റെ വീടാറ് കർത്താവ് സ്ഥാപിച്ചതിന്റെ സ്ഥാനത്ത് ആശീർവാസമാനമായി തീരുമാനാകട്ടെ. ദേവമാതാവായ മര്യാദയും സലവൻസിന്മാരുടെയും പ്രാർത്ഥന സ്വർഗീയ സഭയിൽ ഭൗമിക ശരീരം ഇവയെല്ലാം നാം പ്രാർത്ഥിക്കുമാറാകട്ടെ. ദൈവം തന്റെ സംരക്ഷണത്തിരിക്കുന്ന തന്റെ ദാസി ആരാധകമായവരുടെ ഹൃദയോടെ ആശ്വസിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ദൈവത്തിന്റെ കർമ്മ എന്നേക്കും രണ്ട് ലോകങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷയുടെ പ്രവാസാനിച്ചിരിക്കുകയും ഈ ശുശ്രൂഷയൊക്കെ ലോകത്തിൽ സമൃദ്ധിക്കുകയും ചെയ്ത എല്ലാവരെയും സൈന്യത്തെ നന്ദി അറിയിക്കുന്നു. ധനക്കാർക്ക് നന്ദി അറിയിക്കുകയാണ്. കർത്തവാസ പ്രാർത്ഥന ഓർക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ കടന്നുള്ള എല്ലാവരുമായിട്ട് ലൊക്കേഷൻ അറിയിക്കുന്നു. അതുകൊണ്ട് സമൃദ്ധി ശേഷം പോകാവുന്നതാണ് ധനക്കാർക്ക് അറിയിക്കുകയും ചെയ്യും.
വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ മൺമയമാമീ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ധാന്യം ധനലാഭം കീർത്തി നഷ്ടമാ